കോട്ടയത്ത് ബാലരമയുടെ ഓഫീസിലേക്കുള്ള ഗേറ്റ് കടന്നാൽ ഒരു മൺകുടം കാണാം. പുൽത്തകിടിക്ക് അലങ്കാരമായി വച്ചിരിക്കുകയാണ് ആ കുടം. മാർച്ച് മാസത്തിലെ ഒരു രാത്രി ചെറിയൊരു മഴ പെയ്തു. പെട്ടെന്ന് ഒരു മിന്നലുണ്ടായി. വിളക്കുകളെല്ലാം അണഞ്ഞു. വൈദ്യുതിക്ക് പകരം സംവിധാനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങാൻ അല്പസമയമെടുത്തു. അതിനു മുൻപ് മൺകുടത്തിൽ ഒരു നേരിയ മഞ്ഞ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. ആരും അത് ശ്രദ്ധിച്ചില്ല. കുടത്തിൽ ഒരു തല പൊങ്ങി വന്നു. അതും ആരും ശ്രദ്ധിച്ചില്ല. വലിയ ചെവികൾ, വലിയ കണ്ണുകൾ, കണ്ണുകളിൽ നിന്ന് മഞ്ഞ വെളിച്ചം. ആ രൂപം മെല്ലെ കുടത്തിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് ഒരു ചെടിക്ക് പിന്നിൽ ഒതുങ്ങിയിരുന്നു. കൂ കൂ. ഈ സംഭവത്തിന്റെ തലേന്ന് കുറെ അകലെ ഒരു വീട്ടിൽ, കോഴി കോഴി നീയെവിടെ, വാ വാ വയറിനകത്താക്കാം, ഫ്രൈ ആയി ഇടാൻ വയ്യെങ്കിൽ ചിക്കൻ കറിയായി തിന്നോളാം. സ്റ്റോപ്പ്. ശീർഷാസനത്തിൽ നിൽക്കുന്ന ഡിക്റ്ററ്റീവിന്റെ ഏകാഗ്രത 1-ാം ക്ലാസ്സിലെ പദ്യം ചൊല്ലി കളയരുത്. 1-ാം ക്ലാസ്സിലെ സിലബസിൽ ഇങ്ങനൊരു പദ്യമില്ല. ക്ലാസ് ഏതായാലും പദ്യം ബോറായാൽ മതിയല്ലോ. വിശന്നിട്ട് എൻ്റെ ആമാശയം ശീർഷാസനത്തിൽ നിൽക്കുകയാണ്, അത് മനസ്സിലാക്കണം. ആമാശയത്തിനെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടിയാ ഞാൻ പാട്ടുണ്ടാക്കി പാടിയത്. ഒരു ഡിക്റ്ററ്റീവിന്റെ അസിസ്റ്റന്റ് പാട്ടുണ്ടാക്കിയാൽ അതിൻ്റെ നാണക്കേട് ഡിക്റ്ററ്റീവിനുമുണ്ട്. പട്ടികൾക്കും കുട്ടികൾക്കും പാട്ട് വേണ്ട എന്ന് നാസയിലെ ശാസ്ത്രജ്ഞന്മാർ പാടിയിട്ടുമുണ്ട്. ശീർഷാസനം അവസാനിപ്പിച്ച് ചില്ലി ചിക്കൻ വാങ്ങി തന്നില്ലെങ്കിൽ ഞാൻ ഇനിയും പാട്ടുണ്ടാക്കി പാടും. കൂകു കൂകു തീ പട്ടി, കൂകിപ്പായും തീ പട്ടി, കൽക്കരി പോലും കിട്ടാതെ മൂങ്ങിയിരിക്കും തീപ്പട്ടി. തീപ്പട്ടി എന്ന് പറഞ്ഞാൽ വയറ്റിൽ തീയുള്ള പട്ടി. കണ്ടോ, എൻ്റെ സങ്കടം കണ്ടിട്ട് പൂച്ചയ്ക്ക് പോലും കരച്ചിൽ വന്നു. ഏ ഈ ഹാ. ഒരു പൂച്ച കരഞ്ഞതിന് ഇങ്ങനെ അലറേണ്ട കാര്യമുണ്ടോ? ഫൂൾ, അത് പൂച്ചക്കരച്ചിലല്ല. നമ്മുടെ പുതിയ മൈക്രോ റഡാർ എന്തോ അപകടം കണ്ട് സിഗ്നൽ തന്നതാണ്. കണ്ടോ കണ്ടോ, നമ്മുടെ വീടിന് മുകളിൽ എന്തോ പറക്കുന്നു. പറക്കുന്നത് വേവിച്ച കോഴിയാണെങ്കിൽ റഡാറിനെ ഞാൻ സമ്മതിച്ചു. തമാശ കളയൂ. ആണവായുധവും കൊണ്ട് ഭീകരന്മാരായിരിക്കും വീട് തകർക്കാൻ. കഷ്ടം. ആ സിഗ്നൽ കണ്ടാൽ അറിയില്ലേ പറക്കുന്നതൊരു കുട്ടിച്ചാത്തനാണെന്ന്. ഡിറ്റക്റ്റീവാണ് പോലും. ഏ മായാവി. വീട് കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടി. പറയൂ മായാവി, എന്താണ് ഈ വരവിന്റെ ഉദ്ദേശ്യം? കാമറൂണിലെ നമ്മുടെ സാഹസിക പര്യടനം കഴിഞ്ഞിട്ട് 1 വർഷം ആവുകയല്ലേ. അതിൻ്റെ ഓർമ്മ പുതുക്കാനായി നമുക്കൊരിക്കൽ കൂടി ഒത്തുകൂടിയാലോ എന്ന് ആലോചിച്ചു. സൂപ്പർ ഐഡിയ. ഇങ്ങനെ കൂടുമ്പോൾ ഡിന്നറിന് ചിക്കൻ ബിരിയാണിയും വേണം. ഇതിനു മുൻപ് ചിക്കൻ ബിരിയാണി കിട്ടിയതിൻ്റെ ഓർമ്മ പോലുമില്ല പുതുക്കാൻ. നല്ല ആശയം. പറയൂ, എന്നാണ് ഒത്തുചേരേണ്ടത്? നാളെ തന്നെ ആയാലോ? നാളെ ആവാം. അത് കഴിഞ്ഞ് എനിക്ക് മെഡിറ്ററേനിയനിലെ കടൽക്കൊള്ളക്കാരെ പിടിക്കാൻ പോകേണ്ടി വന്നേക്കും. ഹോ, പൂള് തുടങ്ങി. എവിടെ വച്ച്? അതും തീരുമാനിക്കണ്ടേ. കാട്ടിൽ പറ്റിയ സ്ഥലമുണ്ടോ? നാട്ടിൽ തന്നെ ആവാം. ഏറ്റവും യോജിച്ച ഒരു സ്ഥലമുണ്ട്. ഏതാണ്? ബാലരമയുടെ ഓഫീസ്. ഏ, അത് കൊള്ളാം. ഡൈജസ്റ്റും അവിടെ തന്നെ ആയതുകൊണ്ട് തിന്നുന്നതൊക്കെ ഡൈജസ്റ്റ് ചെയ്യും. പിറ്റേന്ന് കാട്ടിൽ. എന്റെ കാട്ടുമുത്തപ്പാ. കാട്ടുമു ഹമ്മോ. ഹു. സോറി ചേട്ടാ, സോറി. കരിനാക്ക, നിന്നെ ഞാൻ. സോറി ചേട്ടാ, ഞാനത് പറയാൻ പാടില്ലായിരുന്നു. ശേരുവിന്റെ ശബ്ദം കേട്ടാൽ മലേന്ന് കല്ലുരുണ്ട് വരുന്നതാണെന്ന് തോന്നും. അതല്ലേ നീ പറഞ്ഞത്, ദ്രോഹി? അത് പറഞ്ഞു തീർന്നില്ല, ദേ വരുന്നു മലേന്ന് കല്ല്. വെറുതെ അല്ല നിന്നെ കരുനാക്കൻ എന്ന് വിളിക്കുന്നത്. എടാ,
നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്ക് കല്ലുരുട്ടി കളിക്കാനുള്ളതല്ല എൻ്റെ നട്ടല്. ഞാൻ ഇവനെ രണ്ട് പൊട്ടിക്കട്ടെ സൂത്ര. ആദ്യം താനീ കല്ലൊന്ന് മാറ്റടേ. ഇനി ഞാൻ പൊട്ടിക്കട്ടെ സൂത്ര. അയ്യോ വേണ്ട. സോറി സോറി, 50 സോറി. 50-ന് മീതെ എണ്ണം പഠിച്ചിട്ട് ബാക്കി സോറി പറയാം. ഇനി ഞാൻ കുലുമാലുണ്ടാക്കുന്ന യാതൊന്നും പറയൂല. പറയൂലെന്ന് പറഞ്ഞാൽ ഞാൻ തൂങ്ങുന്ന ഈ മരം കടപുഴകി വീണാലും പറയൂല. ക്രേ ഥോ ഖിയോ. മരം കടപുഴകി. സോറി ചേട്ടാ, 50 സോറി കൂടി. പോടാ. ശരി ചേട്ടാ, ഞാൻ പിന്നെ സൗകര്യമായിട്ട് കണ്ട് സോറി പറഞ്ഞോളാം. പോട്ടെ. അല്പസമയം കഴിഞ്ഞ്. സൂത്രനും ചേരുവിനും തുമ്പം പറഞ്ഞതെല്ലാം മനസ്സിലായിട്ടുണ്ടോ? വയറ് നിറച്ച് തിന്നാൻ കിട്ടുമെന്ന് മാത്രം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. സൂത്രൻ ബുദ്ധിമാനാണ്, പക്ഷേ നാട്ടിലെ ബുദ്ധിയല്ലല്ലോ കാട്ടിലെ ബുദ്ധി. രാത്രിയായി. അത് നന്നായി. കടുവയെയും കുറുക്കനെയും പട്ടാപ്പകൽ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? കൂ. കുറച്ചു കഴിഞ്ഞ് അല്പമകലെ. അതെ, ഈ സ്ഥലം അല്പം മാത്രം അകലെയാണ്. കൂ. ക്രാ. കൂളെത്തി. ബ്രോൾ, വിളക്ക് തെളിയട്ടെ. ഫ്രോ. വേണ്ട, വിളക്ക് വേണ്ട. കൂൾ, പറയൂ, എന്താണ് വാർത്ത? കൂ. അവർ ഒത്തുചേരുന്നു. സ്ഥലവും മനസ്സിലായി. ക്രാ. നന്നായി. ആ സ്ഥലത്ത് നമുക്ക് വാതിലുണ്ടോ? ഉണ്ട്. ഫ്രോൾ, ആ കുട്ടിച്ചാത്തനെ കൊണ്ടുവരേണ്ട ചുമതല നിനക്കാണ്. ഫ്രോ. മനുഷ്യനെയും പട്ടിയെയും കൂൾ കൊണ്ടുവരണം. കൂ. കുറുക്കനെ മ്യാൾ കൊണ്ടുവരട്ടെ. മ്യാ. അയ്യോ, എനിക്ക് പറ്റുമോ? പറ്റണം. കടുവയെ കൊണ്ടുവരേണ്ടത് ബ്രോൾ. ബ്രോ. ക്രാ. പുറപ്പെടൂ. കൂ. ബ്രോ. മ്യാ. ഫ്രോ. പിന്നീട് അതാ ബാലരമയുടെ ഓഫീസ്. ക്യാൻറ്റീന് മുകളിലെ ഹാളിലാണ് നമ്മൾ ഒത്തുകൂടുന്നത്. അവിടെ ഈ സമയത്ത് ആരും കാണില്ല. ആ ചെറിയ വാട്ടർ ടാങ്കിനടുത്തിറങ്ങാം. നമ്മൾ ഇന്നിവിടെ വരുന്ന കാര്യം ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. സൂത്രന് ചേരും തൽക്കാലം ഇവിടെ ഒളിച്ചിരിക്കട്ടെ, ഈ ചെടികൾക്ക് പിന്നിൽ. ഞാനും ഇവിടെ കൂടെ ഉണ്ടാവും. ഞാനൊന്ന് മുകളിൽ പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഗേറ്റിനടുത്ത്. ഈ ഹാ. കോപ്പൻഹേഗനിൽ വെച്ചാണെന്ന് തോന്നുന്നു ഇതിനു മുൻപ് ഇതുപോലെ മതിൽ ചാടിയത്. ആരും അറിയാതെ ഒത്തുകൂടാൻ തീരുമാനിച്ചത് നന്നായി. അല്ലെങ്കിൽ ഇവിടെ രാത്രി ബാലരമയിലുള്ളവർ എൻ്റെ ഫോട്ടോഗ്രാഫിന് തിരക്ക് കൂട്ടിയേനെ. അന്താരാഷ്ട്ര ഡിറ്റക്റ്റീവുകൾക്ക് ഇവിടുത്തെ കാവൽക്കാർ പ്രശ്നമല്ല. ഇനി പതുക്കെ ക്യാൻറ്റീൻ മുകളിലെ ഹാളിലെത്തണം. ഏതായാലും ഇടിമിന്നലിൽ കറണ്ട് പോയത് നന്നായി. കൂ. കൂ. ഏ, എന്താണത്? ഛേ, കുറുക്കൻ്റെ ശബ്ദം. ആ ഫൂൾ തുമ്പനെ കൊണ്ട് തോറ്റു. ഗേറ്റിനടുത്താണോ സൂത്രനെ ഒളിപ്പിക്കുന്നത്? ഈ ഹാ. ഈഹ എന്ന് കൂവുന്നത് ബുദ്ധിയല്ലാത്തത് കൊണ്ട് ജമ്പൻ ഈഹ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചാടി. ഈ കുടത്തിനടുത്താണ് കൂവൽ കേട്ടത്. അതോ കുടത്തിനുള്ളിലോ? കുടത്തിനുള്ളിലേക്ക് നോക്കിയ ജമ്പന്റെ ഡിറ്റക്റ്റീവ് കണ്ണുകൾ എന്തോ കണ്ടെത്തി. ഉടനെ ഈ ഹാ. എന്താണ് ഇതിന്റെ രഹസ്യം? കണ്ടുപിടിക്കണം. ജമ്പൻ കുടത്തിലേക്ക് ചാടിയ ഉടൻ കൂ. കൂ. എന്താണ് അവിടെ ഒരു ശബ്ദം? എന്തോ തുമ്പ് മണക്കുന്നു. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം. ഞാനോ മായാവിയോ വന്നിട്ടേ അനങ്ങാവൂ. സൂത്ര, ഇവന്മാര് കോഴിയെ തരുമെന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ലല്ലോ. ഇവന്മാര് തരുന്നത് ചുട്ട കോഴിയെ ആയിരിക്കും. അതാ പേടി. ചുട്ട ഇറച്ചി തിന്നാൽ എനിക്ക് ശരിക്ക് ദഹിക്കില്ലെന്നേ, വയറുവേദന വരും. കോഴിയെയും മുയലിനെയും ഒക്കെ പച്ചയ്ക്ക് തിന്നുന്നതിന്റെ സുഖം
ഇവന്മാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഹാ, ഏതായാലും കിട്ടുന്നത് തിന്നാം. തിരിച്ചു ചെന്നിട്ട് മൂങ്ങവൈദ്യരെയും കാണാം. നമ്മളെ കൊണ്ടുവന്ന ആ പറക്കുന്ന ചങ്ങാതിയുടെ പേരെന്താ സൂത്ര? മായാവി. എന്താവി? ഏ ഡേയ്, ഈ കലത്തിലെന്തോ തട്ടും മുട്ടും. തട്ട് ഞാൻ കേട്ടു, മുട്ട് കേട്ടില്ലല്ലോ. ഹയ്യടാ, കോഴിയാവാനാ വഴി. വഴി തെറ്റിയ കോഴിയാവും. ചുട്ടു തിന്നാൻ വേണ്ടി പിടിച്ചതായിരിക്കും. നമുക്ക് പച്ചയ്ക്ക് രണ്ടെണ്ണം തട്ടിയാലോ? ബ്രോ. ഏ, കോഴി കരയുന്നത് ബ്രോ എന്നാണോ? ബ്രോ. എന്നാ പിന്നെ കഴുതയാവും. കഴുതക്കരച്ചില് ബ്രേ എന്നല്ലേ? ബ്രോ അല്ല സൂത്ര. ബ്രേന്ന് കരയുന്നത് കാട്ടിലെ കഴുത, ബ്രോന്ന് കരയുന്നത് നാട്ടിലെ കഴുത. ഷോ, ഈ നാട്ടിലെ ഓരോരോ കാര്യങ്ങള്. ചാടിക്കോ ശരു. ബ്രോ. ബ്രോ. ഏ, സൂത്ര. ആരാത്? ബ്രോ. പറ്റില്ല. എന്നോട് പറഞ്ഞത് കടുവയെ പിടിക്കാനാ. കുറുക്കനെ പിടിക്കാൻ മ്യാൾ വരുന്നുണ്ട്. പോടാ, പോയി മ്യാളിനോട് പറ കൊണ്ടുപോകാൻ. ബ്രോ. രണ്ടുപേരെയും കൂടി കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. സൂത്ര, സൂത്ര, എന്നെ കൊണ്ടുപോണേ. ഷേരു. ഗേറ്റിനടുത്തുള്ള കുടത്തിനകത്ത് തുമ്പൻ. ബോസ് ഇവിടെ വന്നിരുന്നു. മണം വ്യക്തം. മണം ഈ കുടത്തിൽ അവസാനിക്കുകയാണല്ലോ. അപ്പോൾ ബോസ് കടത്തിൽ കുടന്നിട്ടുണ്ട്. അല്ല, കുടത്തിൽ കടന്നിട്ടുണ്ട്. ഒന്നും കാണുന്നില്ല. പക്ഷേ ബോസ് അകത്തില്ലെന്നുറപ്പ്. പിന്നെ എവിടെ പോയി? കൂടത്തിനപ്പുറത്തേക്ക് മണമില്ലാതിരിക്കണമെങ്കിൽ ബോസ് കൂടത്തിൽ നിന്ന് നേരെ മുകളിലേക്ക് പോയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ താഴേക്ക്. തുമ്പൻ, എന്തു പറ്റി? ഒരു പ്രശ്നമുണ്ട്. മനസ്സിലായി. സൂത്രനെയും ഷെരുവിനെയും കാണാനില്ല അല്ലേ? ഏ, അവർ അവിടെ തന്നെ ഉണ്ടല്ലോ. ഇല്ല, ക്യാൻറ്റീന് മുന്നിലെ വാട്ടർ ടാങ്കിനടുത്ത് അവരില്ല. ഏ, വേഗം വരൂ. അന്താരാഷ്ട്ര തലത്തിൽ പോലും പ്രശസ്തമായ തുമ്പന്റെ മണം പിടുത്തം. ഏ, ഇവിടെയും ഒരു കുടമുണ്ടായിരുന്നോ? നേരത്തെ ശ്രദ്ധിച്ചില്ല. മായാവി, സൂത്രനും ഷെരുവും കുടത്തിൽ കയറിയിട്ടുണ്ട്. പക്ഷേ പക്ഷേ അതെ, ഇപ്പോൾ അവർ ഇതിലില്ല. അവർ പുറത്തു കടന്നതിനും തെളിവില്ല. ഏ, എന്ന് വെച്ചാൽ? ഗേറ്റിനടുത്തുള്ള കുടത്തിൽ നിന്ന് ബോസ് അപ്രത്യക്ഷനായി. സൂത്രനും ഷെരുവും ഈ കുടത്തിൽ നിന്നും കാണാതായി. തുമ്പ, ഒരു നിമിഷം, ഞാനൊന്ന് നോക്കട്ടെ. ഏ, മായാവി, ഞാൻ കരുതിയതുപോലെ തന്നെ ഈ കുടത്തിൽ നിന്നും താഴേക്കൊരു വഴിയുണ്ട്. താഴേക്ക്. എങ്കിൽ ഗേറ്റിനടുത്തുള്ള കുടത്തിൽ നിന്നും ഉണ്ടാകും വഴി. തുമ്പ, ഞാൻ ഈ വഴിയൊന്ന് പോയി നോക്കട്ടെ. അവരെ കണ്ടുപിടിക്കണം. ശരി മായാവി, മറ്റേ കുടത്തിൽ ഞാനും കയറി നോക്കാം. മായാവി, ഓൾ ദി ബെസ്റ്റ്. ഉടനെ കാണാം തുമ്പ. അപ്പോൾ കുറച്ചപ്പുറത്ത് മൂന്നാമതൊരു കുടത്തിൽ മറ്റൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു. മ്യാ. ഇവിടെങ്ങാനും ഒരു കുറുക്കനെ കണ്ടോ? മ്യാവോ. കുറെ കഴിഞ്ഞ് കാട്ടിൽ. മ്യാ. ഏ, അതാരാ? മ്യാ. ഇവിടെങ്ങാനും ഒരു കുറുക്കനെ കണ്ടോ? കണ്ടിട്ട് പട്ടിണി കിട്ട കുട്ടിച്ചാത്തനെ പോലുണ്ടല്ലോ. ആരാ? എന്താ പേര്? എൻ്റെ പേര് മ്യാൾ. ഞാൻ ലുട്ടാപ്പി. ഇതെന്റെ കുന്തം. ഒരു കുറുക്കനെ കണ്ടോ? എന്തിനാ? പിടിച്ചോണ്ട് പോകാനാ. എങ്ങോട്ട്? ആ സംസാരം കുറച്ചു നേരം തുടർന്നു. ഒടുവിൽ, ഏ, അങ്ങനൊരു സ്ഥലമുണ്ടോ? എന്നാ പിന്നെ ആ വഴിയും കൂടി ഒന്ന് പറഞ്ഞതാ. അപ്പൂപ്പനെയും ഡാക്കിനെയും മുമ്പേയും കൂട്ടി ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ ഭൂമിക്കടിയിലേക്ക് ഇങ്ങനെയൊരു വഴിയോ? ഏ, ഏതു വഴി പോകും? മണം കിട്ടാതായി തുടങ്ങി. അല്ല, മറ്റേതോ മണം വന്നു തുടങ്ങി. വിചിത്രമായ ഈ വഴി എങ്ങോട്ടാണാവോ? വലത്തോട്ട് പോയി നോക്കാം. മ്രാ മ്രാ. അടുത്തെല്ലാം
കുറെ അറകളുള്ളതുപോലെ എന്തൊക്കെയോ ശബ്ദം കേൾക്കാനുണ്ട്. ബോസിന്റെ മണം ഇപ്പോൾ തീരെ കിട്ടാതായി. ഇനി ഏതു വഴി? മായാവിയും അതേ പ്രശ്നം നേരിടുകയായിരുന്നു. വല്ലാത്ത വഴികൾ, എങ്ങോട്ട് പോകും? ആരെയും കാണുന്നില്ല. രക്ഷിക്കണേ! ഏ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് മായാവി കുതിച്ചു. ആരാണത്? ആ പടികൾ തിരിഞ്ഞു പോകുന്നിടത്താണ് കരച്ചിൽ കേട്ടത്. രക്ഷിക്കണേ! പാഞ്ഞു ചെന്ന മായാവി വളവു തിരിഞ്ഞു. ഹോ, ഇവിടെ വഴിയില്ല. ഏ അപ്പോൾ കരച്ചിൽ കേട്ടത്? ഫ്രോ ഫ്രോ കരഞ്ഞത് ഞാനാണ്. ഹ ഹ. ഏ എന്റെ വടി! ഞാൻ ഫ്രോൾ. അങ്ങയെ കൊണ്ട് ചെല്ലേണ്ട ചുമതല എനിക്കായിരുന്നു. ഹ ഹ. വരൂ, ഈ പാത്രത്തിൽ കയറൂ. കടുവയുടെ പിന്നാലെ ആ കുറുക്കനും പോന്നു. കുറുക്കനെ പിടിക്കേണ്ടത് മ്യാളല്ലേ? ക്രാ മണ്ടൻ. ആര് പിടിച്ചാൽ എന്ത്? കുറുക്കനെ നമുക്ക് വേണ്ടതല്ലേ? പക്ഷേ മ്യാൾ ഇനി ആരെ പിടിച്ചോണ്ട് വരും? ക്രാ. ആ പേടിത്തൊണ്ടൻ ആരെങ്കിലും പിടിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. പിന്നെ നിന്നെപ്പോലൊരു മണ്ടന് ഈ കടുവയെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ബ്രോൾ, ഈ കടുവയ്ക്ക് അനക്കമില്ലല്ലോ. പേടിച്ചിട്ടാ, ബോധം പോയി. ഇനി ഫ്രോൾ കൂടി വരാനുണ്ട്. ക്രാ, ഫ്രോളും വന്നു. ഫ്രോ. പ്രഭോ, ഇതിൽ ആ കുട്ടിച്ചാത്തനുണ്ട്. മിടുക്കൻ. ഇനി തുടങ്ങാം. പക്ഷേ ആ പട്ടിയെ ഇതുവരെ കിട്ടിയില്ല. അത് നിന്റെ കുഴപ്പമാണ് കൂൾ. പട്ടി വഴിതെറ്റി നടക്കുകയാണ്, നമുക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാതെ. എത്തുമ്പോൾ എത്തട്ടെ. പട്ടിയുടെ ഉടമസ്ഥൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ഈ മനുഷ്യൻ. അയാളുടെ കെട്ടഴിക്കൂ. ഫ്രോൾ, ആ കുട്ടിച്ചാത്തിനെ തുറന്നുവിടൂ. വടി കൊടുക്കണ്ട. ഫ്രോ. ക്രാ. സുഹൃത്തുക്കളെ, സ്വാഗതം എല്ലാവർക്കും. ഈ ലോകം നിങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളെയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിയത്. ഞാൻ ക്രാർ, ഈ സംഘത്തിന്റെ തലവൻ. നിങ്ങളുടെ അടുത്തുള്ളത് എൻ്റെ അനുയായികൾ. ഫ്രോ, കൂൾ, ബ്രോ. ഫ്രോ എന്നലറുന്നവൻ ഫ്രോൾ, കൂ എന്നലറുന്നവൻ കൂൾ. അങ്ങനെ അങ്ങനെ. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായമോ? ക്രാ. ഒരാൾ സംസാരിച്ചുവല്ലോ, നന്നായി. ഞങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ സഹായിക്കാൻ പറ്റും? അത് പറയുന്നതിന് മുൻപ് ഞങ്ങളെപ്പറ്റി ചില കാര്യങ്ങൾ വ്യക്തമാക്കാം. ഇങ്ങനെയൊരു ലോകം ഭൂമിക്കടിയിലുണ്ടെന്ന് മനുഷ്യർക്ക് ആർക്കും അറിയില്ല. വളരെ വലിയൊരു ലോകമാണിത്. നിങ്ങളുടേതുപോലെ പല രാജ്യങ്ങളും ഭരണങ്ങളും ഇവിടെയുണ്ട്. അഥോൾ എന്ന രാജ്യത്തിലാണ് നിങ്ങളിപ്പോൾ. നിങ്ങളുടെ ഭൂമിശാസ്ത്രം അനുസരിച്ച് കേരളവും തമിഴ്നാടും അഥോൾ രാജ്യത്തിന് മുകളിലാണ്. മനുഷ്യർ ഞങ്ങളെ ശല്യപ്പെടുത്താതെ ഞങ്ങൾ ശ്രദ്ധിക്കും. മനുഷ്യരെ അങ്ങോട്ടും ശല്യപ്പെടുത്തരുത് എന്നാണ് പൊതു നിയമം. പക്ഷേ ഞാൻ ആ നിയമം തെറ്റിക്കാൻ ഒരുങ്ങുന്നു. മനുഷ്യരുടെ ലോകത്തേക്ക് സാമ്രാജ്യം വലുതാക്കാനാണ് എൻ്റെ ശ്രമം. ക്രാ. എൻ്റെ അഭിപ്രായത്തെ പിന്തുണയ്ക്കുന്നവർ എൻ്റെ അനുയായികളായി. എന്നാൽ അധോളിലെ രാജാവ് എന്നെ എതിർത്തു. വിദേശത്തു നിന്ന് പുതിയ സത്വങ്ങൾ രാജ്യം കീഴടക്കാൻ വരുന്ന സമയത്ത് ഈ ശ്രമം വേണ്ട എന്ന് അയാൾ പറഞ്ഞു. വിദേശത്തു നിന്ന് സത്വങ്ങളോ? അതെ, മറ്റേതോ ഭാഷ സംസാരിക്കുന്ന സത്വങ്ങൾ ഈ രാജ്യത്തേക്ക് ഏതോ കുറുക്കുവഴി കണ്ടെത്തി. അവരെ എതിർക്കാനാണ് രാജാവിൻ്റെ ശ്രമം. എന്നാൽ ഞാൻ അവരെ കൂട്ടുപിടിക്കും. നിങ്ങൾ ഒരുമിച്ച് ചെയ്ത സാഹസങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഭൂമി പിടിച്ചെടുക്കാൻ എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായില്ല. നിങ്ങളും നിങ്ങളുടെ പട്ടിയും നാട്ടിലേക്കുള്ള എൻ്റെ പടനീക്കങ്ങൾക്ക് വേണ്ട ഉപദേശം നൽകും. കാട്ടിലേക്കുള്ള പടയൊരുക്കങ്ങൾക്ക് സൂത്രന്റെ കൗശലങ്ങൾ സഹായിക്കും. മായാവിയുടെ മാന്ത്രിക ശക്തി രണ്ടിടത്തും പ്രയോജനപ്പെടും. പക്ഷേ ഈ പറയുന്നതൊന്നും സൂത്രന് മനസ്സിലാവില്ല. സൂത്രന്റെ ഭാഷ മറ്റൊന്നാണ്. അല്ല, മൃഗങ്ങളുടെ ഭാഷയിൽ സംസാരിക്കാൻ ഞങ്ങൾക്കറിയാം.
അതുകൊണ്ട് സൂത്രന് മനസ്സിലാവുന്നത് പോലെ ഈ കാര്യങ്ങൾ അവരോടും ഞാൻ പറയും. പിന്നീട് പറയൂ, സഹായിക്കാൻ തയ്യാറല്ലേ? അല്ല, അല്ല, ക്രാ. ഫ്രോൾ, എന്തു ചെയ്യണം? നിർബന്ധിക്കേണ്ട, ഇവരെ വിട്ടേക്കാം പ്രഭു. ഹ ഹ. ഫ്രോ, ഏ നിങ്ങളെ രക്ഷപ്പെടുത്താം. ആ വാതിൽ തള്ളി തുറന്നോളൂ. അപ്പോൾ മായാവി, സൂത്രൻ, അവരെ ഞാൻ വിടാം. ആദ്യം വാതിൽ തുറക്കൂ. കല്ലുകൊണ്ടുള്ള ആ വാതിൽ ജമ്പൻ തള്ളി മാറ്റി. പെട്ടെന്ന്, ഹോ, ഇവർ എൻ്റെ സൈനികരാണ്. ക്രാ. ഹ ഹ ഹ. എൻ്റെ ആജ്ഞ കിട്ടിയാലുടൻ ഇവർ നിങ്ങളുടെ കഥ കഴിക്കും. പറയൂ, ഇനി ഞങ്ങളെ സഹായിക്കുന്നു. ബുദ്ധിപൂർവം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി തെളിയണമെങ്കിൽ. സമ്മതം. ശരി. ഫ്രോൾ, ഇവരെ താഴേക്ക് കൊണ്ടുപോകൂ. കുറുക്കനും കടുവയും ഇവിടെ നിൽക്കട്ടെ. ഫ്രോ. ഫ്രോൾ, ഇനി മായാവിക്ക് വഴി തിരികെ കൊടുത്തുകൂടെ? ഫ്രോ, ഞാനൊരു വിഡ്ഢിയാണെന്ന് കരുതിയോ? കൈ പിടിക്കൂ. നമുക്ക് താഴെ ഇരിക്കാം. ഏ ഇവിടെ ഇരിക്കൂ. ബ്രോൾ, ഇവർക്ക് കാവൽ വേണം. ബ്രോ. ഹോ, തല ചുറ്റുന്നു. എന്തൊരാഴം. ബ്രോ. ഹി ഹി. മായാവി, എന്തെങ്കിലും ചെയ്യാനാവുമോ? ഇല്ല, വടിയില്ലാതെ എനിക്കൊന്നും വയ്യ. ബ്രോറടിക്കുന്നു. അല്ല, ബോറടിക്കുന്നു. ഇവിടെ കാലിത്തെറ്റി വീണ് നിങ്ങളിൽ പലരും മരിച്ചിട്ടുണ്ടാവും അല്ലേ? മരിച്ചിട്ടുണ്ടാ എന്ന് പറഞ്ഞാൽ എന്തുണ്ടയാ? മരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ചാകാറില്ലേ? ചാകാറെന്ന് പറഞ്ഞാൽ ചാകാറല്ല, ചാകുക. ചാ. ഇല്ല, ഒന്നുമില്ല. ഇവർക്ക് മരണമില്ലെന്ന് തോന്നുന്നു. നിങ്ങളിലൊരാൾ ഇവിടെ നിന്ന് താഴെ വീണാൽ എന്തു പറ്റും? ബ്രോ, ഞങ്ങൾ വീഴാറില്ല. എന്നാലും വീണാൽ കൊമ്പൊടിയാതെ നോക്കണമെന്ന് മാത്രം. കൊമ്പൊടിഞ്ഞാലേ പ്രശ്നമുള്ളൂ. കൊമ്പൊടിഞ്ഞാൽ എന്തു പറ്റും? കൊമ്പൊടിഞ്ഞാൽ ഞങ്ങളുടെ ശക്തി മുഴുവൻ പോകും. നടക്കാൻ പോലും പറ്റാതാവും. പിന്നെ വെളിച്ചം കാണിച്ച് കിടക്കാനേ പറ്റൂ. വെളിച്ചം കാണിക്കുകയോ? നിങ്ങൾ ആളൊരു മണ്ടനാണല്ലോ. ഇവിടെ കാണുന്ന വെളിച്ചമൊക്കെ പിന്നെ ആരാ തരുന്നത്? ഓ, ഭൂമിക്കടിയിൽ ഇത്രയും താഴെ ഇത്ര വെളിച്ചം. അക്കാര്യം ഇതുവരെ ആലോചിച്ചില്ല. വേണ്ട സമയത്ത് കണ്ണിൽ നിന്ന് വെളിച്ചം വരുത്താൻ ഞങ്ങൾക്ക് പറ്റും. ദേ ഇങ്ങനെ. കൊമ്പൊടിഞ്ഞവരുടെ കണ്ണിൽ നിന്നുള്ള വെളിച്ചമാ ഇതൊക്കെ. അവരെ ആരെങ്കിലും ഇവിടെ കാണാൻ പറ്റുമോ? ബ്രോ, അതാ, അതൊരു വിളക്കുമുറിയാ. ഹോ. ഗ്രോ, ഫ്രാ, ക്രാ, ഗ്രീ, ഗ്ലോ. അതേ സമയം. സൂത്ര, അപ്പോൾ നമുക്കിനി കാട്ടിലേക്ക് പോകാൻ പറ്റില്ലേ? പറ്റില്ലെന്നാ ഇവന്മാര് പറയുന്നത്. തിന്നാനൊക്കെ ഇവിടെ തരാമെന്ന്. എന്നാലും ശരിയാവില്ലെന്നേ. ഇവന്മാര് തരുന്നതൊക്കെ തിന്നിട്ട് വയറുവേദന പിടിച്ചാൽ? ഇവിടെ ഒരു മൂങ്ങവൈദ്യര് പോലുമില്ല. എനിക്ക് കാട്ടിൽ പോണം. എനിക്ക് പോണം. ശേ, കരയാതടേ. ബ്രോ. ഏ ബ്രോളിന്റെ കരച്ചിൽ. ഫ്രോൾ, പോയി നോക്ക്. പ്രോ. പ്രോ, എവിടെ ബ്രോൾ? കാല് തെറ്റി വീണു. കാല് തെറ്റി വീണതോ അതോ വീഴ്ത്തിയതോ? ഫ്രോൾ ജമ്പന് നേരെ ചുവടുകൾ വെച്ചെടുത്തു. അതേസമയം മുകളിൽ മ്യാ. ഏ അത് മ്യാളല്ലേ? മ്യാ. പ്രഭോ, കുറുക്കനെ കിട്ടിയില്ല. പക്ഷേ ആ കുറുക്കനെ പരിചയമുള്ള ഒരുത്തനെ കിട്ടി. ദാ ഇവൻ. ഏ കരുനാക്കൻ. ചേട്ടാ, ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇതേതാ ചേട്ടാ സ്ഥലം?
ഹിഹി. ആ ചങ്ങാതി ഇരിക്കുന്ന കല്ല് നല്ല രസമുണ്ട്. പുഴുതിന്ന മാങ്ങ പോലെ. ഒന്ന് തൊട്ടാൽ ഞെട്ടറ്റ് വീഴും. തും. കരിനാക്കിന് ഏത് ലോകത്തും ഒരേ ശക്തി. ട്രേ. എന്റെ കാട്ടുമുത്തപ്പാ. കരിനാക്കൻ നാക്ക് വളച്ചു. ക്രാളിന്റെ സിംഹാസനം ഞെട്ടറ്റ് താഴേക്ക്. ആ സിംഹാസനം ചെന്ന് വീണത് ജമ്പനും ഫ്രോളും നിന്ന കല്ലിൽ. കൊമ്പ് സൂക്ഷിച്ചാൽ നാളെ ദുഃഖിക്കണ്ട. ഏ ട്രോക്ക് ഫ്രോ ക്രാ. ഹോ. ഫ്രോൾ വീണു. മായാവിയും. പക്ഷേ മായാവിയുടെ വടി ഇവിടെയുണ്ട്. താഴേക്ക് കണ്ണെത്തുന്നില്ല. മായാവി താഴെ. ഹോ. ഈ വടി താഴേക്കെറിയാം. ഒരു പരീക്ഷണം. മായാവിക്ക് ഇത് കിട്ടിയാൽ രക്ഷപ്പെടാം. വേറെ വഴിയില്ല ഈ പരീക്ഷണമല്ലാതെ. അതേസമയം മുകളിൽ. എൻ്റെ അമ്മേ. മ്യാ. കൂ. മ്യാൾ താഴെ ഇറങ്ങ്. സോറി ചേട്ടാ, ഞാൻ പറഞ്ഞത് മണ്ടത്തരമായോ? മ്യാ. ചേട്ടാ, ഇവൻ എന്താ പൂച്ച പോലെ കരയുന്നത്? മ്യാ. ഹിഹി. ഇവൻ വീണാലും 4 കാലിലേ വീഴൂ, പൂച്ചയെ പോലെ. വീണ്ടും കരിനാക്കിന്റെ നാക്ക്. മ്യാ. കൂ. ഹോ. സോറി ഭൂതച്ചേട്ടാ, സോറി. മുകളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പക്ഷേ മായാവി തിരിച്ചു വന്നില്ലല്ലോ. മ്യാ. കൂ. മായാവി വീണിട്ടിപ്പോൾ 20 മിനിറ്റോളമായി. ഏ മായാവി, ഞാനെത്തി. അവരാരും ഇനി തിരിച്ചു വരില്ല. ക്രാളിന്റെയും ഫ്രോളിന്റെയും കൊമ്പൊടിഞ്ഞു. അവരില്ലാതെ മറ്റു 3 പേർ വരില്ല. മായാവി ഇത്ര വൈകിയപ്പോൾ ഞാൻ കണ്ണത്താത്ത അടുത്ത് നിന്ന് വരണ്ടേ പിന്നെ. അവിടെ ഒരു അറയിൽ ഞാൻ പരിശോധന നടത്തി. അപ്പോഴാണ് ഇത് കിട്ടിയത്. പുറത്തേക്കുള്ള വഴി ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. ശരിക്കും ഒരു വഴി കണ്ടുപിടിക്കൽ വേണ്ടിവരും. മഴവെള്ളം തിരിച്ചുവിടുന്ന വഴി, ഏറ്റവും നീളമുള്ള കൊമ്പിന്റെ ഉടമയുടെ സ്മാരകം, പ്രദർശനശാല, ഒടിഞ്ഞ കൊമ്പുകളിൽ കൊത്തിയ ശില്പങ്ങൾ, ഖജനാവ് രഹസ്യമുറി, ആയുധം, വിശ്രമമുറി, വിളക്ക്, അപകടം, അയൽ രാജ്യത്തിന്റെ ആക്രമണം സൂക്ഷിക്കുക, പണി നടക്കുന്ന വഴികൾ, വഴിവെട്ടുന്ന പണിക്കാരുടെ വിശ്രമമുറി, മനുഷ്യർ കുഴിച്ചിടുന്ന സാധനങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കുന്ന സ്ഥലം. ക്രാളിന്റെ ഈ രഹസ്യ സങ്കേതത്തിന്റെ പാത്രം ഭൂപടമാണിത്. അപ്പോൾ അതോൾ രാജ്യത്തിന്റെ മുഴുവൻ ഭൂപടം എങ്ങനെയിരിക്കും? ഹോ. ഏറ്റവും താഴെ ജലമാർഗം എന്ന് കാണുന്നു. അതെ, അവിടെ വെള്ളമുണ്ട്, ഞാൻ കണ്ടു. വിദേശത്തു നിന്നുള്ള സത്തങ്ങൾ കണ്ടെത്തിയ പുതിയ കുറുക്കുവഴി അതിലേ ആയിരിക്കും. നമ്മുടെ രാജ്യത്തേക്ക് വാസ്കോഡഗാമ വന്നതുപോലെ. നാട്ടിലെത്തിയാൽ വിശദമായി പഠിക്കേണ്ട ഭൂപടമാണിത്. വരൂ, നമുക്ക് പുറപ്പെടാം. നമുക്കിനി രക്ഷപ്പെടാൻ എളുപ്പമാണ് ഈ ഭൂപടമുള്ളപ്പോൾ. ചുവരിലെ ആ പഴഞ്ചൊല്ലുകൾ കൂടി പകർത്തിയെടുക്കേണ്ടതായിരുന്നു. ഇന്നത്തെ വീഴ്ച, നാളത്തെ വെളിച്ചം. വിളക്കുമുറിയിലെ സത്വങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ മാത്രം സങ്കടം തോന്നുന്നു. ഈ വവ്വാൽ എങ്ങനെ ഇവിടെ വന്നു? എന്തിനാണാവോ ഇവർ വവ്വാലിന്റെ വായ് പൊത്തിപ്പിടിച്ചിരിക്കുന്നത്? ഇനി ഞാൻ എൻ്റെ ശരീരം ഒന്ന് വലുതാക്കാം. എന്റെ പുറത്ത് കയറിക്കോളൂ, നമുക്ക് പുറപ്പെടാം. ആജ്ഞ കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഇവരെയും ഇനി പേടിക്കേണ്ട. കണ്ണുകൾ തുറക്കൂ, കുട്ടികൾ പറക്കട്ടെ. ആശ്വാസവും സന്തോഷവും നിറഞ്ഞ ആ മടക്കയാത്രയെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. വഴിതെറ്റിയ തുമ്പൻ ബുദ്ധിപൂർവം വഴി കണ്ടുപിടിച്ച് കൂടത്തിനരികിൽ കാത്തിരിപ്പുണ്ടായിരുന്നു. കരിനാക്കന്റെ വായി സൂത്രം പൊത്തിപ്പിടിച്ചത് എന്തിനായിരുന്നുവെന്ന് മായാവിക്കും ജമ്പനും ഒരിക്കലും മനസ്സിലായില്ല.
ക്രാളിന്റെ സിംഹാസനം തകർന്നു വീണത് എങ്ങനെയാണെന്നും അവർ ഒരിക്കലും അറിഞ്ഞില്ല. ഈ കുട്ടിച്ചാത്തന്റെ വാക്ക് വിശ്വസിച്ച് ചാടി പുറപ്പെടേണ്ടെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞതാ. തുരങ്കത്തിൽ കയറി വഴിയും തെറ്റി അവസാനം പൊട്ടക്കിണറ്റിൽ ചാടിയപ്പോൾ സമാധാനമായല്ലോ. കുടങ്ങളിൽ നിന്ന് താഴേക്കുള്ള വഴികൾ ആരും അറിയാതെ മായാവി തന്നെ അടച്ചു. ആ കുടങ്ങൾ പുൽത്തകടിക്ക് അലങ്കാരമായി ഇപ്പോഴും ബാലരമയിലുണ്ട്. സൂത്ര, എന്നെ സെക്യൂരിറ്റി പിടിച്ചേ.